വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടികളിൽ വേർട്ടസിൻ്റെ അകത്ത് കുറേ വേരിയൻസ് അവൈലബിൾ ആണ്. അത് ഹൈലൈൻ പ്ലസ് ഉണ്ട്, ഹൈലൈൻ ഉണ്ട്, GT ലൈൻ ഉണ്ട്, ഇതെല്ലാം 1 ലിറ്ററിലാണ്. ടോപ്പ് ലൈൻ ഉണ്ട്, അങ്ങനെ കുറേ വേരിയൻസ് ഉണ്ട്. പലർക്കും പല കൺഫ്യൂഷൻ ഉണ്ട്. ഇപ്പോൾ എൻ്റെ ഫ്രണ്ടിൽ 3 വേരിയൻസ് അവൈലബിൾ ആണ്. ഒന്ന് GT ലൈനും, പിന്നെ ഒന്ന് ടോപ്പ് ലൈനും, അതുപോലെ തന്നെ ഹൈലൈൻ പ്ലസ് എന്ന് പറഞ്ഞ വേരിയൻറ്റ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് അതിൻ്റെ എക്സ്റ്റീരിയർ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് തരാം, നിങ്ങൾക്ക് കാണിച്ചു തരാം എന്തൊക്കെയാണ് മാറ്റങ്ങളുള്ളത്. ഡീറ്റെയിൽഡ് ആയിട്ട് പോകുന്നില്ല, എന്തായാലും എക്സ്റ്റീരിയറിലെ ലുക്കും കാര്യങ്ങളൊക്കെ നോക്കാം. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലൊക്കെ. ഇത് 3 ഞാൻ പറഞ്ഞ വണ്ടി. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ GT ലൈൻ, എല്ലാം 1 ലിറ്ററാണ് 3 വണ്ടികൾ. ഇത് GT ലൈൻ, ഇത് നമുക്ക് അതിൻ്റെ ടോപ്പ് ലൈൻ 1 ലിറ്റർ ഏറ്റവും ഫുൾ ഓപ്ഷൻ, അത് ഹൈലൈൻ പ്ലസ്, അതായത് ഫുൾ ഓപ്ഷന് തൊട്ട് താഴെയുള്ള വേരിയൻ്റാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്തിട്ട് പറഞ്ഞുതരാം. ഏറ്റവും വാല്യൂ ഫോർ മണി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലരും ഇപ്പോൾ ഓപ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വണ്ടിയാണ്, അതായത് GT ലൈൻ എന്ന് പറഞ്ഞൊരു വണ്ടിയാണ്. അത് ശരിക്കും വാല്യൂ ഫോർ മണി തന്നെയാണ്. അതിന് പുറമെ ഹൈലൈൻ പ്ലസ് എന്ന് പറഞ്ഞ ആ ഒരു വണ്ടി ഉണ്ടല്ലോ, ഏറ്റവും ലാസ്റ്റ് എടുക്കുന്ന, അതായത് സ്പോർട്ടിനെസ് ആർക്കും താല്പര്യമില്ല, ഒരു ഫാമിലി കാറാണ് നോക്കുന്നത്, കുറച്ച് പ്രീമിയം കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വണ്ടി നോക്കാം. ഇത് പിന്നെ ഫുൾ ഓപ്ഷനാണ്, എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും ഇതിൻ്റെ അകത്ത്. ഇല്ലാതെ അഡീഷണൽ ആയിട്ട് കുറച്ച് ഫീച്ചേഴ്സ് ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഈ ഒരു വേരിയൻ്റെ ഹെഡ് ലാമ്പ് മാത്രമാണ് ഡിഫറൻ്റ് ഉള്ളത്. ആ 2 വേരിയൻ്റെ ഹെഡ് ലാമ്പ് ഡിസൈൻ സെയിം ആണ്. ഹെഡ് ലാമ്പ് അതായത് ഫ്രണ്ടിൽ ഓൾമോസ്റ്റ് എല്ലാ ഡിസൈൻസും സെയിം ആണ്. ഇതിൻ്റെ അകത്തെന്ന് വെച്ചാൽ ഹെഡ് ലാമ്പ് കൊടുത്തില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ LED ആണ്, അതായത് ഡിമ്മിനും ബ്രൈറ്റിനും സെപ്പറേറ്റ് ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ് ഇൻഡിക്കേറ്റർ ഓപ്ഷൻ ആയിട്ട് വരുന്നത്. ഫ്രണ്ട് എന്നുള്ള ലുക്കിൻ്റെ അകത്ത് ബാക്കി എലമെൻറ്റ്സും കാര്യങ്ങളൊക്കെ സെയിം ആണ്. അതാണ് ഹെഡ് ലാമ്പിൻ്റെ. ഈ ഒരു 2 വേരിൻ്റെ ഹെഡ് ലാമ്പ് ഡിസൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് വരുന്നത്. ഇത് മാത്രമാണ് ഹെഡ് ലാമ്പ്, അതായത് പ്രൊജക്ടർ LED ഹെഡ് ലാമ്പാണ്. ഇത് ഡിമ്മിനും ബ്രൈറ്റിനും സെയിം ആണ്. ഇത് ഇൻഡിക്കേറ്റർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇതാണ് ഇതിൻ്റെ DRL ഓപ്ഷൻസും വരുന്നത്. ഓക്കെ, ഇതിനകത്തേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്, ഈ ഒരു പോർഷനാണ് DRL ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ സെയിം ആണ്, സെയിം ഹെഡ് ലൈറ്റ് തന്നെയാണ്. പക്ഷേ ഒരു ചെറിയൊരു ഡിഫറൻറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതൊരു സ്പോർട്ടി ലുക്ക് കൊടുക്കേണ്ടതുകൊണ്ട് കുറച്ചൊരു സ്മോക്ക് ടൈപ്പിലാണ് ഈ ഒരു ഹെഡ് ലാമ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റുക. പിന്നെ ഈ ഒരു വേരിയൻറ്റിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ എവിടെയും ക്രോം എലമെൻറ്റ്സ് ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞു ഫ്രണ്ട് എന്നുള്ള ലുക്ക് 2 സെയിം ആണെന്ന് പറഞ്ഞു, ടോപ്പ് ലൈനും GT ലൈനും. പക്ഷേ എങ്കിലെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് എവിടെയും ക്രോം എലമെൻറ്റ്സ് ഉണ്ടാവില്ല. ആ ക്രോം എലമെൻറ്റ്സ് ഉണ്ട്, പക്ഷേ അത് ഫുള്ളി ഡീക്രോം ചെയ്തിട്ടാണുള്ളത്. ഇതിനകത്ത് നമുക്ക് ക്രോം എലമെൻറ്റ്സ് ഫ്രണ്ടിൽ തന്നെ കാണാൻ പറ്റും. കുറച്ച് പ്രീമിയം ലുക്ക് നോക്കുന്നവരാണ് ഈ ഒരു ടോപ്പ് ലൈൻ എന്ന് പറയുന്ന വണ്ടി എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. അതല്ല അതിനെക്കാളും കുറച്ചുകൂടി ബഡ്ജറ്റ് താഴെ നോക്കുന്നവരാണെങ്കിൽ ആ ഒരു ഹൈലൈൻ പ്ലസ് എന്ന് പറയുന്ന വേരിയൻറ്റും കുറച്ച് പ്രീമിയം തന്നെയാണ്. പക്ഷേ അതിൻ്റെ അലോയ് വീൽ ഡിസൈൻ ഉണ്ട് നിങ്ങൾ, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അലോയ് വീൽ ഡിസൈനിൻ്റെ അകത്ത് കുറച്ച് പ്രീമിയം ലുക്ക് വരുന്ന ഈ ഒരു ടോപ്പ് ലൈൻ എന്ന് പറയുന്ന വേരിയൻ്റ് തന്നെയാണ്. ഓക്കെ, അതാണ് ഫ്രണ്ട് എന്നുള്ള ആ ഒരു ലുക്കിൻ്റെ അകത്ത് നിങ്ങൾക്ക് ചേഞ്ചസ് ആയിട്ട് തോന്നുന്നത്. പിന്നെ ഫോഗ് ലാമ്പ് എല്ലാത്തിൻ്റെയും സെയിം ആണ്. സ്റ്റാറ്റിക് കോർണറിൽ ഫോഗ് ലാമ്പ് എന്ന് പറയും. 3ൻ്റെ അകത്തുള്ളതും സെയിം തന്നെയാണ്. ആ ഒരു സ്പോർട്ടിനെസ്സിനായിട്ട് ഇതിൻ്റെ അകത്ത്, അതായത് ടോപ്പ് ലൈൻ്റെ ഫുൾ സെയിം അലോയ് തന്നെ, പക്ഷേ എങ്കിൽ ഫുള്ളി ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ടാവും. കാലിപ്പർ റെഡ് ഇല്ല. ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആഫ്റ്റർ മാർക്കറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് അതിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൈസ് ഞാനിപ്പോൾ സ്ക്രീനിൽ കൊടുത്തേക്കാം. 3 വേരിയൻറ്റിൻ്റെയും പ്രൈസ് നല്ല ഡിഫറൻസ് ഉണ്ട്. ഓട്ടോമാറ്റിക്കിൻ്റെ മാനുവലിൻ്റെ ഞാൻ തന്നെ പ്രൈസ് തന്നെ, അതായത് സ്ക്രീനിൽ തന്നെ കൊടുത്തേക്കാം. പിന്നെയുള്ളതെന്ന് വെച്ചാൽ വീലിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ സെയിം തന്നെയാണ്. അതായത് എല്ലാം 16 ഇഞ്ചാണ് വരുന്നത്. ഈ അലോയ് വീലിൻ്റെ ഡിസൈനിൻ്റെ അകത്ത് വരുന്ന മാറ്റങ്ങൾ മാത്രമാണ് വരുന്നത്. പിന്നെ ഡയമെൻഷൻസിൻ്റെ അകത്ത് 3 വേരിയൻറ്റും തമ്മിൽ ഒരു മാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. അതായത് ലെങ്ത്ത്, വിഡ്ത്ത്, അതുപോലെ തന്നെ ഈ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണെങ്കിലും എല്ലാം തന്നെ ബാക്കി എല്ലാ വേരിയൻറ്റിലും സെയിം തന്നെയാണ്. വേരിയൻ്റ് വൈസ് വേറെ മാറ്റങ്ങളൊന്നുമില്ല. ഇതിനകത്തെന്ന് വെച്ചാൽ നമുക്ക് 3ൻ്റെ അകത്ത് സൺറൂഫ് അവൈലബിൾ ആണ്. ഓക്കെ, പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നമുക്ക് റൂഫ് സെയിം ബോഡി കളർ തന്നെയാണ്. എല്ലാത്തിനും സെയിം ബോഡി കളർ തന്നെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും 1.5ലേക്ക് പോകുമ്പോൾ മാത്രമാണ്, അതായത് ഇതെല്ലാം 3 1 ലിറ്ററാണെന്ന് പറഞ്ഞു, 1.5ലേക്ക് പോകുമ്പോഴാണ് നമുക്ക് റൂഫ് അടക്കം ബ്ലാക്ക് ആയിട്ട് കിട്ടുന്നത്. ഇതിൻ്റെ അകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ORVM ബ്ലാക്ക് ആണ് കിട്ടുക, ബാക്കി എല്ലാത്തിലും ബോഡി കളറാണ് കിട്ടുക. ഇതിന് ബ്ലാക്ക് വണ്ടി ആയതുകൊണ്ടാണ് ടോപ്പ് ലൈൻ്റെ ബാക്കി എല്ലാ കളറിലും ബോഡി കളർ തന്നെയാണ് കിട്ടുക. ഇതിനകത്താണെങ്കിലും സെയിം നിങ്ങൾക്ക് കിട്ടുന്നത് വെച്ച് കഴിഞ്ഞാൽ ബോഡി കളർ തന്നെ ആയിരിക്കും. സൈഡ് ഡിസൈനെ പറ്റി പറയാം. സൈഡ് ഡിസൈനിൽ അതായത് 3 നമുക്ക് റിക്വസ്റ്റിംഗ് സെൻസർ വരുന്നുണ്ട്. അതായത് ഫ്രണ്ട് ഈ ഒരു സൈഡിലാണെങ്കിൽ ഇത് കോ ഡ്രൈവർ സൈഡാണ്, അതുപോലെ തന്നെ ഡ്രൈവർ സൈഡിലാണെങ്കിൽ 3 വേരിയൻറ്റിലും നമുക്ക് റിക്വസ്റ്റിംഗ് സെൻസർ വരുന്നുണ്ട്. കയ്യിൽ ചാവി ഉണ്ട്, ജസ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ അൺലോക്ക് ആവും. ഓക്കെ, ഇതിപ്പോൾ അൺലോക്ക് ചെയ്തിട്ടില്ല. ഞാൻ ജസ്റ്റ് എക്സ്റ്റീരിയറിൽ എന്തൊക്കെയാണ് കാര്യങ്ങളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ വൈപ്പർ ബ്ലേഡൊക്കെ ആണെങ്കിൽ സെയിം തന്നെയാണ്. പിന്നെ എന്ന് വെച്ചാൽ നമുക്ക് ഫ്രണ്ടിലുള്ളതാണെങ്കിലും സൈഡിലുള്ളതാണെങ്കിലും ഗ്ലാസിൻ്റെ അകത്ത് കുറച്ച് ടിൻറ്റഡ് കൊടുത്തിട്ടുണ്ട്. അതായത് 30% ടിൻറ്റഡാണ് നമുക്ക് ഈ ഒരു ഗ്ലാസ്സൊക്കെ കിട്ടുന്നത്, ഈ ഒരു വേരിയൻറ്റിലൊക്കെ കിട്ടുന്നത്. അതിപ്പോൾ കുറച്ചായിട്ടുള്ളൂ, അടുത്തായിട്ട് മാത്രമേ വന്നിട്ടുള്ളൂ. പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടയറിൻ്റെ ഓൾറെഡി പറഞ്ഞു. പക്ഷേ ടയർ നമുക്കെന്ന് വെച്ചാൽ ഒരു കമ്പനിയുടെ മാത്രമല്ല, അതായത് ഈ ഒരു മോഡൽസിന് ഫുള്ള് ഗുഡിയറിൻ്റെ ആയിരിക്കും. പിന്നെ ഇതിനകത്ത് നമുക്ക് കണ്ടാൽ മനസ്സിലാവും സിയറ്റ് ആണ്. അങ്ങനെ അതായത് GT ലൈനിന് സിയറ്റ് മാത്രം എന്നല്ല ഞാൻ പറയുന്നത്, അതായത് മിക്സ്ഡ് ആയിരിക്കും. ഈ GT ലൈനിൽ തന്നെ സിയറ്റിൻ്റെ ഉണ്ടാവും. GT ലൈൻ വേറെ വേരിയൻ്റ് എടുക്കാൻ മീൻസ് വേറെ കളറിൽ വേറെ ഇതെടുക്കുകയാണ്, പ്രോഡക്റ്റ് എടുക്കുകയാണ്, ചിലപ്പോൾ അതിനകത്ത് MRFൻ്റെയോ അല്ലെങ്കിൽ ഗുഡിയറിൻ്റെയോ ഉണ്ടാവും. ഓക്കെ, പെയർ ഫുള്ളായിട്ട് സിയറ്റിൻ്റെ തന്നെ ആയിരിക്കും ഉണ്ടാവുക. അതാണ് പറയുന്നത്. ഇനി നമുക്ക് റിയറിലേക്ക് പോകാം.
റിയറിൻ്റെ അകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കണ്ടാൽ മനസ്സിലാവും ഡിസൈൻ്റെ അകത്തൊന്നും ഒരു ചേഞ്ചസും ഇല്ല. പിന്നെ ഈ രണ്ടെണ്ണത്തിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് ഹൈലൈനും ഇത് ടോപ്പ് ലൈനാണെന്ന് പറയും. സോറി, ഹൈലൈൻ പ്ലസും ടോപ്പ് ലൈനാണെന്ന് പറയും. ഇത് നമ്മുടെ ജി ടി ലൈനിൻ്റെ ഈ ഒരു ബ്രേക്ക് ലൈറ്റിൻ്റെ അകത്ത് കുറച്ചൊരു എന്താ പറയണ്ട സ്മോക്ക് എഫക്റ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു കുറച്ച് എന്താ പറയണ്ട, അതായത് സ്പോർട്ട്നെസ് കുറച്ച് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ബാക്കിയെല്ലാം നോക്കി മനസ്സിലായി ഇത് കുറച്ച് ബ്രൈറ്റാണ്. സംഭവം സിമ്പിളായിട്ട് പറയുന്നത്, അതായത് ഇവിടെയുള്ള ഈ ഒരു ക്രോം പോലത്തെ ഒരു എലമെൻ്റ് ഉണ്ട് ഇതിൻ്റെ ഉള്ളിലുള്ളത്. ഇതിൻ്റെ അകത്ത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അത് ഫുള്ള് ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടാണുള്ളത്, മനസ്സിലായോ. പിന്നെ വേർട്ടസിൻ്റെ ബാഡ്ജ് ആണെങ്കിലും ഫുള്ളി ബ്ലാക്കിലാണ് കൊടുത്തുള്ളത്. ഇവിടെ TSI ആണെങ്കിലും ബ്ലാക്ക് തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെയുള്ളത് വെച്ചാൽ ഇവിടെ GT ലൈൻ എന്നുള്ള ബാഡ്ജ് ഉണ്ടാവും. ഇത് നമുക്ക് ബാക്കി 2 പേരിലും കാണാൻ പറ്റില്ല. ബാക്കി 2 പേരിലും ഈ 2 സംഭവം ഉണ്ടാവും, വേർട്ടസും TSI എന്നുള്ള ബാഡ്ജ് ഉണ്ടാവും. ഓക്കെ, നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാം. ഇവിടെയും TSI ഉണ്ട്, അതിൽ നമുക്ക് TSI എന്ന് പറഞ്ഞൊരു ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത്രയാണ് പറയാനുള്ളത്. പിന്നെ റിക്വസ്റ്റിംഗ് സെൻസറില്ല, റിയറിലെ പാർക്കിംഗ് സെൻസർ എന്ന് വെച്ചാൽ 3 എണ്ണമാണ് വരുന്നത്. ക്യാമറ ഈ 3 വേരിയൻറ്റിലും ക്യാമറ വരുന്നുണ്ട്, പക്ഷേ അത് 180 ഡിഗ്രി ആണ്. 360 ഒരു വേരിയൻറ്റിലും വരുന്നില്ല. ഇവിടെ ആയിട്ടാണ് അത് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, പിന്നെയുള്ളൊരു ചേഞ്ച് എന്ന് വെച്ചാൽ ഈ ഒരു വേരിയൻറ്റിൽ മാത്രം കൊടുത്തില്ല, സ്പോയിലർ കൊടുത്തിട്ടുണ്ട്. ബ്ലാക്ക് സ്പോയിലർ നമുക്ക്, അത് ഈ ഒരു ചെറിയ സംഭവമില്ലേ, ഈ ഒരു സ്പോയിലർ ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു GT ലൈനിൽ മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. ബാക്കി ഈ 2 വേരിയൻറ്റിലും ഈ 2 സംഭവങ്ങളും അവൈലബിൾ അല്ല. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അഡീഷണൽ ചെയ്യാൻ പറ്റും ഈ കാര്യങ്ങളൊക്കെ. അതായത് ഈ ഒരു വേരിയൻറ്റിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതായത് ഈ സ്പോയിലർ ആണെങ്കിലും GTയുടെ ബാഡ്ജ് അടക്കം നമുക്ക് എന്താ പറയണ്ടത് ആഫ്റ്റർ ആയിട്ട്, അതായത് ഡെലിവറി മുമ്പായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഷോറൂമിൽ തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ റിയറിലാണെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സംഭവം ഉണ്ട്, ഡിഫോക്കർ ലൈൻസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ടാണ് സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തില്ല. ഷാർപ്പിൻ ആൻറ്റിയാണ് നമുക്ക് ഈ 3 വേരിയൻറ്റിലും കൊടുത്തില്ല. ഓക്കെ, അത്രയാണ് ഇതിൻ്റെ അകത്ത് ഡിഫറൻസ് ആയിട്ടുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, അതിനകത്ത് കുറേ എലമെൻറ്റ്സ് ക്രോം എലമെൻറ്റ്സ് ഡീക്രോം ചെയ്യുന്നുണ്ട്. അത് ബാക്കി 2 പേരിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ ആയിട്ട് ഈ ഒരു ക്രോം എലമെൻറ്റ്സ് അതിലും ക്രോം എലമെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഫുള്ളി എന്താ പറയുക ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടാണ് ഉണ്ടാകുക. അത്രയാണ് പറയാനായിട്ടുള്ളത്. പിന്നെ ഇൻറ്റീരിയറിൻ്റെ ചേഞ്ചസും കാര്യങ്ങളൊക്കെ ഞാൻ വേറൊരു വീഡിയോ എടുത്തിട്ട് ചെയ്തുതരാം. കാരണം ഇതിൻ്റെ ഒന്നും ചാവിയൊന്നുമില്ല. ഇപ്പോൾ ഷോറൂമിൽ ഇങ്ങനെ, അതായത് യാർഡിൽ ഇങ്ങനെ വണ്ടികൾ വന്നപ്പോൾ 3 അടുപ്പിച്ച് കണ്ടപ്പോൾ നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്ത് തരാം. അത് എന്തൊക്കെ മാറ്റങ്ങളാണുള്ളത് പുറമേ നിന്ന് കാണുമ്പോൾ. അപ്പോൾ ആർക്ക് ഏതൊക്കെ വേരിയൻ്റാണ് ഇഷ്ടപ്പെട്ടതെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റായിട്ട് അറിയിച്ചാൽ മതി. പേഴ്സണലി ടോപ്പ് ലൈൻ ആണെങ്കിൽ, ടോപ്പ് ലൈൻ ഞാൻ പറഞ്ഞില്ല 2 ഫീച്ചർ അഡീഷണൽ ഉണ്ട്. എന്താ സംഭവിച്ചത്, ഇലക്ട്രിക് സീറ്റ് ഈ 2 വണ്ടികളിലും അവൈലബിൾ അല്ല. ഓക്കെ, ഇതിൻ്റെ അകത്ത് ടോപ്പ് ലൈനിൽ മാത്രമാണ് ഇലക്ട്രിക് സീറ്റ് വരുന്നത്. അതുപോലെ തന്നെ സബ് വൂഫർ വിത്ത് ആംപ്ലിഫയർ ഈ ഒരു വേരിയൻറ്റിൽ മാത്രമാണ് വരുന്നത്, ടോപ്പ് ലൈനിൽ മാത്രമാണ് വരുന്നത്. അതാണ് ആ ഒരു വേരിയൻ്റായിട്ട് തമ്മിലുള്ള മേജർ ചേഞ്ചസ് എന്ന് പറയുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ഈ ഒരു അലോവീലിൻ്റെ ഡിസൈൻ്റെ അകത്തും 2ലും മാറ്റം ഉണ്ടെന്നുള്ളതാണ്. അത് ഞാൻ എടുത്ത് പറയുന്നുണ്ടായിരുന്നു, എന്നോട് വിട്ടുവെന്ന് വെച്ചിട്ടാണ് ഇപ്പോൾ തന്നെ പറഞ്ഞത്. തന്നെ ഇലക്ട്രിക് സീറ്റ് ഈ 2 വേരിയൻറ്റിൽ അവൈലബിൾ അല്ല. ഈ ഒരു ടോപ്പ് ലൈനിൽ മാത്രമായിട്ടാണ് നമുക്ക് ഇലക്ട്രിക് സീറ്റ് അവൈലബിൾ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇത്രയാണ് വീഡിയോ. അപ്പോൾ ഇതുവരെ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ചാനൽ കയറി നോക്കിയാൽ ഫോക്സിൻ്റെ ഇങ്ങനെയുള്ള എല്ലാ വേരിയൻസിൻ്റെയും എല്ലാ വീഡിയോസും ഷോർട്സ് ആയിട്ടും ഡെലിവറി വീഡിയോസ് എല്ലാം തന്നെ ചാനലിലുണ്ട്. ഫോക്സിൻ്റെ വീഡിയോസ് വെച്ചിട്ട് മാത്രമാണ് ഇപ്പം ചാനൽ ഇത്രയും ലൈക്കും കാര്യങ്ങളൊക്കെ, അതായത് സബ്സ്ക്രൈബേഴ്സ് അടക്കം വന്നുള്ളത്. അപ്പോൾ ഇതൊരു വീഡിയോ ഉണ്ട്. എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. നെക്സ്റ്റ് വീഡിയോസ് കാണാം. ടിൽ ദെൻ ബൈ ബൈ.